പരിചയമുള്ള സിനിമയൊക്കെ ആയിട്ട് റിലേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു സാർ. കണ്ട് ചിലപ്പോ നേരത്തെ പല സിനിമകളും കണ്ടിട്ടുണ്ടാവാം എന്നുള്ളൊരു രീതിയിലും. സിനിമയല്ല, അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കഥയും പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ റിലേറ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. അല്ലാതെ ഒരു സിനിമയുമായിട്ട് ഒരു ബന്ധമുള്ള സിനിമ വിതരണം ചെയ്തിട്ട് കാര്യം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ ഇതുപോലത്തെ കഥാപാത്രങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടാവാം. നിങ്ങൾക്ക് കണക്റ്റഡ് ആവാം, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്ക് കണക്റ്റഡ് ആവാവുന്ന ഒരു സബ്ജക്റ്റ് ആവാം. എന്നാണ് ഇതാണ് പറയാൻ പറ്റില്ല. ഇപ്പോ ഈ സിനിമയ്ക്ക് വേണ്ടി മേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ് സ്വാസികയാണ് ഇവിടെ ശ്രേയ മാത്യു എന്ന് പറഞ്ഞ പിന്നെ യങ് IPS ഓഫീസർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ദുർഗ ഉണ്ട്, സൗമ്യ എന്ന കഥാപാത്രമാണ് ദുർഗ ചെയ്യുന്നത്. പ്രശാന്ത് അലക്സാണ്ടർ ഉണ്ട്, സർക്കിൾ ഇൻസ്പെക്ടർ പ്രതാപൻ, ഷഹീൻ സിദ്ദീഖ് ഉണ്ട്, ഹബീബ് SI, ഇനി പിന്നെ ബിജു സോപാനം ASIയുടെ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഞാനും ഇതിനകത്ത് ഐസക് മാമൻ എന്ന് പറഞ്ഞ DYSPയുടെ ക്യാരക്ടർ ചെയ്യുക. അപ്പോൾ ഇതിൽ ക്രൈംബ്രാഞ്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ CBI പറഞ്ഞവരുണ്ട്, പോലീസിൻ്റെ പലതരം ഇൻവെസ്റ്റിഗേഷൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ക്രൈംബ്രാഞ്ചിൻ്റെ എങ്ങനെയാണ് മോഡസ് എന്നുള്ളതും ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരത് തെളിയിക്കുന്നതെന്നും എന്താണ് അവരുടെ രീതികളെന്നും ഒക്കെ കുറേയൊക്കെ പഠിപ്പിച്ചത് ഷാനവാസ് സാറാണ്. കാര്യം ഞാനൊരു പോലീസ് കുടുംബമാണെങ്കിലും കുറേ പിതാവിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതിൻ്റെ ഒരു അവസാന വാക്ക് ബെഹ്റ സാറാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അല്ല, ഇന്ത്യയിലെ ഒരു മികച്ച പോലീസ് ഓഫീസറാണ് അദ്ദേഹം ചെയ്തത്. ഇന്റർപോൾ ഇപ്പം പോളണ്ടിൽ പോയി ഒരു കേസ് തെളിയിച്ച കാര്യം വരെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി അറിയുന്നത്. ആൻഡ് റഷ്യൻ മാഫിയയുടെ അടുത്ത് തന്നെ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം പോയി എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും അഭിമാനമായ നിമിഷമാണ്. അദ്ദേഹം ഒറീസ ആണെങ്കിൽ കേരളത്തിലെ പുത്രനായിട്ടാണ് എല്ലാവരും അറിയപ്പെടുന്നത്, കേരളത്തിലെ ആളായിട്ടാണ്. അപ്പം ബെഹ്റാജ് സാറിനെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കിട്ടിയതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ വിളിക്കുമ്പോൾ തന്നെ ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ യു പ്ലീസ് കം, വി വിൽ ഡിസ്കസ്, വി വിൽ ഹാവ് എൻ ഇൻട്രാക്ഷൻ സെക്ഷൻ എന്ന് പറയുകയും അങ്ങനെ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഇവിടെ വരികയും ചെയ്യും. സ്ക്രിപ്റ്റിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ? സജഷൻസ് അല്ല, ചേഞ്ച് വരെ പറഞ്ഞിട്ടുണ്ട്. ഒരു 2 സീക്വൻസിൽ ചേഞ്ച് ചെയ്യാൻ തന്നെ സാർ പറഞ്ഞിരുന്നു. അതൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മൾ ഇതിൽ ഇന്റർസ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ പാർട്ടുണ്ട്. ഇതും പറയുന്ന ഇന്റർസ്റ്റേറ്റ് മീൻസ് വേറെ ഒരു സ്റ്റേറ്റിൽ പോയി നമ്മുടെ ആൾക്കാർ പോയി ഏത് രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം, ആ ആൾക്കാർ ആ സ്റ്റേറ്റിലെ പോലീസ് ഏത് രീതിയിൽ സഹായിക്കണം, ഈ കാര്യങ്ങൾ ഓൾസോ ഞങ്ങൾ അലർട്ട് ചെയ്തിട്ട് എല്ലാം ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് സബ്ജക്റ്റിനെ പറ്റിയോ പറയാൻ പറ്റില്ല. എനിവേസ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പിന്തുണ ഇനിയും വേണം. തീർച്ചയായിട്ടും ഇതൊരു നല്ല സിനിമയാക്കാനുള്ള ശ്രമത്തിലാണ്. ക്യാരക്ടറെ പറ്റിയിട്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഈ കൂട്ടത്തിലുള്ള ഒരു ഓഫീസറാണ് ഞാൻ. സൗമ്യ എന്നാണ് പേര്. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ പറയാം.